കിലിയൻ എംബാപ്പെ ഇപ്പോക്ക് പോകുകയാണെങ്കിൽ റയൽ മാഡ്രിഡിൻ്റെ ഈ സീസണിലെ എല്ലാ പ്രതീക്ഷകളും അസ്തമിക്കും. കാരണം റയലിലേക്ക് എത്തിയിട്ട് കാര്യമായിട്ടുള്ള സംഭാവനകളൊന്നും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് റയലിന് കിട്ടിയിട്ടില്ല. പല ബിഗ് മാച്ചുകൾ വരുമ്പോഴും അദ്ദേഹം മങ്ങുകയാണ് ചെയ്യണത്. ഇന്നലെ ചാമ്പ്യൻസ് ലീഗിൽ ലിവർപൂളുമായിട്ടുള്ള മത്സരമൊക്കെ അതിനൊരു തെളിവാണ്. ഒരു മുന്നേറ്റവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു സംഭാവനയും ഉണ്ടായില്ല എന്നുള്ളതാണ് ഇന്നത്തെ മാച്ചിലൊന്നും. ഒരു പെനാൽറ്റി കിട്ടിയത്, നിർണായക സമയത്തൊക്കെ ഒരു പെനാൽറ്റി കിട്ടിയതൊക്കെ അദ്ദേഹം പായാക്കി. ചിലപ്പോൾ ആ ഒരു മത്സരത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റിയ ഒരു വൈത്തിരിവായിരിക്കും ആ ഒരു പെനാൽറ്റി സ്കോർ ചെയ്യാൻ അദ്ദേഹത്തെ കൊണ്ട് കഴിയുകയാണെന്നുണ്ടെങ്കിൽ. ഒരു ഗോൾ അടിച്ചിട്ട് ഒരു കളത്തിലേക്ക് തിരിച്ചെത്താനുള്ള ഒരു ചാൻസാണ് കളഞ്ഞത്. ഒരു കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു മുന്നേറ്റം ഒരു കാര്യം ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം റയലിലേക്ക് വന്നത് മുതൽ തന്നെ ഈ ഒരു പ്രശ്നം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പൊസിഷൻ ഒരു പ്രശ്നമാണ്. അദ്ദേഹം കളിക്കുന്ന പൊസിഷനിൽ വിനീഷ്യസ് ജൂനിയർ അവിടെ തിളങ്ങി കളിക്കുമ്പോൾ വിനീഷ്യസിന് എന്തായാലും ഒന്ന് മാറ്റുന്ന പരിപാടി എൻജലോട്ടി സ്വീകരിക്കില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കളിപ്പിക്കുന്ന പൊസിഷനിൽ ബെറ്ററാക്കി ഇങ്ങോട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക എന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ പൊസിഷനിലേക്ക് അദ്ദേഹത്തെ മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എൻജലോട്ടിൻ്റെ ഒരു തീരുമാനം. ഏതായാലും ലിവർപൂളിനോട്ട് തോറ്റു. 2-0 തോൽവിയാണ് ആൻഫീൽഡിൽ അവർ ഏറ്റുവാങ്ങിയത്. സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയറിൻ്റെ അഭാവത്തിലാണ് മത്സരം തോറ്റത്. റയലിനെ സംബന്ധിച്ചിടത്തോളം വിനീഷ്യസ് ജൂനിയറിനെയാണ് അവരുടെ നേതൃത്വം, മുന്നേറ്റ നിരയുടെ നേതൃത്വം എന്നുള്ളത് നമുക്കിതിന് മനസ്സിലാക്കാം. ഏതായാലും കിലിയൻ എംബാപ്പെ ഇതുവരെ റയൽ മാഡ്രിഡുമായിട്ട് ഇണങ്ങി ചേർന്നിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം PSG നല്ല രീതിയിൽ തന്നെ ആയിരുന്നു വരുന്ന സമയത്തൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പ്രതീക്ഷയോടെയാണ് അദ്ദേഹം റയലിലെത്തിയത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഡ്രീം ക്ലബ്ബാണ് റയൽ മാഡ്രിഡ്. അദ്ദേഹം ഒരുപാട് വർഷങ്ങളായിട്ട് റയലിനെ ഫോളോ ചെയ്യുന്നുണ്ട്, റയലിലേക്ക് എത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവസാനമായിട്ട് എത്തിയപ്പോഴുള്ള അവസ്ഥ ഇതാണ്. ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല, ഒരു മാറ്റം റയലിന് ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, റയലിന് അദ്ദേഹത്തെ കൊണ്ട് ചെറിയൊരു മോശം അവസ്ഥയാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. റയൽ മാഡ്രിഡ് ഫാൻസൊക്കെ ഒരുപാട് അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. ഏതായാലും തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുക. നിലവിലെ താരങ്ങളിലെ ഒരു മികച്ച ഒരു താരമാണ് എംബാപ്പെ. പെട്ടെന്ന് അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ.